വെൽക്കം ടു മൈ ചാനൽ സിവിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരള വാട്ടർ അതോറിറ്റിക്കും പിന്നെ ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. കേരള PCയുടെ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ Carnot cycle എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ thermodynamic cycle proposed by Shadi Carnot in 1824. It gives an estimate of maximum possible efficiency that a heat engine during the conversion process heat into work and conversely. The working between two reservoirs can process. In this session we will learn about Carnot cycle and Carnot theorem in detail. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു കുഴപ്പമുണ്ട്. ഇതിന് ഒരു ഹീറ്റ് ലോസും ഒരു ഫ്രിക്ഷണൽ ലോസും ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, മറ്റേതിലൊക്കെ കുറേ ഫ്രിക്ഷണൽ ലോസ്, ഹീറ്റ് ലോസ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കാർനോട്ട് സൈക്കിളിന് കറക്റ്റ് ആ ഹീറ്റ് കറക്റ്റായിട്ട് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് 2 ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, 2 അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഒന്ന് വന്ന് ഐസോതെർമൽ കംപ്രഷൻ. അടുത്തത് വന്നിട്ട് അഡയബാറ്റിക്കിൽ വന്നിട്ട് അഡയബാറ്റിക് കംപ്രഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, Carnot theorem. Okay. Any system between two given temperatures T1 and T2 in a reservoir can never be efficiently more than Carnot engine working between same reservoirs respectively. Carnot cycle is defined as an ideal reversible closed thermodynamic cycle in which 4 successive operations involved, which are isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. During these operations, expansion and compression of substance can be done up to a desired point and back to initial state. Okay, നമ്മുടെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിളും ഡുവൽ സൈക്കിൾ പോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിൽ വന്നിട്ട് ഒരുപാട് ലോസസ് വരാൻ ചാൻസ് ഇല്ല. ഇതൊരിക്കലും ഇങ്ങനെ ഒരു സൈക്കിൾ പോസിബിൾ അല്ല. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കാർനോട്ട് സൈക്കിൾ ആർ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയല്ലോ, അപ്പോൾ ആ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻ ഐഡിയൽ ഗ്യാസ് ഓപ്പറേറ്റിംഗ് ഇൻസൈഡ് എ കാർനോട്ട് സൈക്കിൾ ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്. Step 1, isothermal expansion. The gas taken P1 V1 T1 to P2 V2 T2 heat Q1 okay is absorbed from the reservoir at a temperature T1. Since the expansion is isothermal, total change in initial energy is 0 and heat absorbed by the gas is equal to the work done by the gas on the environment, which is given as dq equal to dw. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ dq എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ്, w എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ഓക്കെ, അത് വന്നിട്ട് P1 V1 ലോഗ് V2 ബൈ V1 ആണ്. ഓക്കെ, V2 ബൈ V1 വന്നിട്ട് കംപ്രഷൻ റേഷ്യോ ആണ്. ഓക്കെ, അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം വന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് അഡയബാറ്റിക് എക്സ്പാൻഷൻ. ദ ഗ്യാസ് എക്സ്പാൻഡ്സ് adiabatically P2 V2 T1 to P3 V3 T2. ഓക്കെ, അതിൽ വന്നിട്ട് dV പ്ലസ് dW ആണ്. ഓക്കെ, അപ്പം dW ഇസ് ഇക്വൽ ടു മൈനസ് dV ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഫിഷ്യൻസി വന്നിട്ട് P2 V2 മൈനസ് P3 V3 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ആയിരിക്കും. അടുത്തത് വന്നിട്ട് isothermal compression. The gas is compressed isothermally from the state P3 V3 T2 and P4 V4 T2. Okay, dq equal to P3 V3 log E V4 by V3. Okay, V4 by V3 expansion ratio ആണ്. അടുത്തത് adiabatic compression. The gas is compressed adiabatically
ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് V4 T2 to P1 V1 T1. ഓക്കെ, ചേഞ്ച് ഇൻ വർക്ക് ഡൺ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ P1 ഇൻറ്റു V1 മൈനസ് P4 V4 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി വന്നിട്ട് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, വർക്ക് ഡൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈ ആണ് വർക്ക് ഡൺ. ഓക്കെ, അതിൻ്റെ ഫോർമുല വന്നിട്ട് നമുക്ക് ഹീറ്റ് സപ്ലൈഡിൽ വന്നിട്ട് P1 V1 log E V2 by V1 കംപ്രഷൻ റേഷ്യോ, V4 by V3 എക്സ്പാൻഷൻ റേഷ്യോ. അപ്പം P3 log E ഇൻറ്റു V4 by V3. ഓക്കെ, ഡിവൈഡഡ് ബൈ P1 V1 log E V2 by V1. ഓക്കെ, അടുത്തത് വന്നിട്ട് P1 V1 log E V2 by V1 വന്നിട്ട് P1 V1 ആക്ച്വലി MRT1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ P3 V3 വന്നിട്ട് MRT3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ P1 V1 log E V2 ഈക്വൽ ടു MRT1 log E V2 by V1. പിന്നെ V3 P3 log E V4 by V3 മൈനസ് ഈസ് ഈക്വൽ ടു MRT3 log E V4 by V3 വരും. ഇതിൽ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം MRT1 log E V2 by V1 മൈനസ് MRT2 log E V4 by V3 ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് ഡിവൈഡഡ് ബൈ MRT1 log E V2 by V1 ആയിരിക്കും അതിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് V2യും V4 ഈക്വൽ ആയിരിക്കും, കാരണം അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ V1 ഇസ് ഈക്വൽ ടു V3 ആയിരിക്കും. ഓക്കെ, സോ MR log E V1 by V2 ക്യാൻസൽ ആവും. ഓക്കെ, രണ്ട് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും MR log E V2 by V1 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അത് വന്നിട്ട് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 കിട്ടും. അത് വന്നിട്ട് സിംപ്ലിഫൈ ആയിട്ട് 1 മൈനസ് T2 ബൈ T1 എന്നായിരിക്കും കിട്ടുന്നത്. ഫ്യൂവൽസ് ആണ് ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത്. ഫ്യൂവൽസിൽ വന്നിട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നാച്ചുറലി ഓക്കറിങ് ആർട്ടിഫിഷ്യലി കംപ്രഷൻ മെറ്റീരിയൽസ് വിച്ച് സെർവ്സ് പർട്ടിക്കുലർലി ആസ് എ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് സം കേസസ് ഇറ്റ് ആക്ട്സ് ആസ് എ റോ മെറ്റീരിയൽ ഓൾസോ. ഓക്കെ, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനായി കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഒരു ഫ്യൂവലാണ്, ഡീസൽ ഒരു ഫ്യൂവലാണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ പെട്രോൾ നമ്മൾ ഹീറ്റും ലൈറ്റും അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്രോൾ എന്ന് പറഞ്ഞ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് കംപ്രഷൻ നടക്കുമ്പോൾ ഹീറ്റും ലൈറ്റും ആയിരിക്കും എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സോഴ്സിന് പറയുന്ന പേരാണ് ഫ്യൂവൽ. ഓക്കെ, പിന്നെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലായിരിക്കും കിട്ടുന്നത്. ക്രൂഡ് ഓയിൽ, ഓക്കെ, പെട്രോളും ഡീസലൊക്കെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലായിരിക്കും കിട്ടുന്നത്. പിന്നെ കോള്, പിന്നെ വന്നിട്ട് ടാറ്, ഇതെല്ലാം വന്നിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരിക്കത്തില്ല, അത് വന്നിട്ട് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫ്യൂവൽ ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, പിന്നെ കാർബൺ ഹൈഡ്രജൻ വന്ന് കംപ്രഷൻ പ്രോഡക്ട്സ് ആയിരിക്കും. പിന്നെ CO2 CO പിന്നെ H2O. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, H2O എന്ന് പറഞ്ഞാൽ വാട്ടർ. ഓക്കെ, ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് സ്മോക്കായിട്ട് പ്രൊഡ്യൂസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എക്സോസ്റ്റ് ആയിട്ട് വരുന്ന ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, H2O. കാർബൺ മോണോക്സൈഡ് ഒരുപാട് കൂടാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് വന്നിട്ട് നമ്മുടെ ഹീമോഗ്ലോബിന് വലിച്ച് മീൻസ് ഓക്സിജനേക്കാളും കൂടുതൽ അഫിനിറ്റി ഹീമോഗ്ലോബിന് വന്നിട്ട് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സെൽസിനൊന്നും ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ അതുകൊണ്ട് അത് കൂടാൻ ഒരിക്കലും പാടില്ല കാർബൺ മോണോക്സൈഡ്. പിന്നെ കാലോറിഫിക് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
The total amount of energy produced in complete compression of unit mass or unit volume of a fuel in the presence of excess oxygen. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ്, ഓക്കെ, ഇത് വന്നിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് കംപ്രഷൻ നടക്കുന്നതിന് യൂണിറ്റ് മാസ്, ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് മാസ് കംപ്ലീറ്റ് കംപ്രഷൻ നടക്കാൻ വേണ്ടി എടുക്കുന്ന ആ വാല്യൂവിന് പറയുന്ന പേരാണ് കാലോറിഫിക് വാല്യൂ. ഓക്കെ, ഓക്സിജൻ്റെ പ്രസൻസിലായിരിക്കണം കാലോറിഫിക് വാല്യൂ നടക്കുന്നത്. പിന്നെ ഹയർ കാലോറിഫിക് വാല്യൂ ഓർ ഹയർ ഹീറ്റിംഗ് വാല്യൂ, അതിന് പറയുന്നത് it is the total amount of heat liberated when unit quantity of fuel is completely burnt in oxygen or air and the products of compression is cooled down into room temperature. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്റ്റീം എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചു, അപ്പോൾ സ്റ്റീം എൻജിനിൽ വെച്ചിട്ട് നമ്മുടെ സ്റ്റീം അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കൂൾ ചെയ്ത് എല്ലാ ഹീറ്റെല്ലാം കഴിഞ്ഞ് കൂൾ ചെയ്ത് ലിബറേറ്റ് ആയിട്ട് വരുമ്പോൾ അതിൽ നിന്ന് വാട്ടർ വരും. ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ്. എത്ര ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു? എങ്ങനെ? യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ, ഓക്കെ, ഒരു മീൻസ് യൂണിറ്റ് വൺ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിട്ട് അത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസിലായിരിക്കണം. പിന്നെ വന്നിട്ട് കൂൾ ഡൗൺ ഇൻ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ലോ കാലറിഫിക് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് കാലറിഫിക് വാല്യൂ അതിന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ് heat produced when unit quantity of fuel is completely burnt in air or oxygen and the products of compression is allowed to escape. Okay, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് കൂൾ ഡൗൺ മാത്രമായിരിക്കും, ഓക്കെ, റൂം ടെമ്പറേച്ചർ. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രോഡക്ട്സ് വന്നിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് ലോ കാലറിഫിക് വാല്യൂ. അടുത്തത് നോക്കുന്നത് ബോംബ് കാലറിയോമീറ്റർ ആണ്. ഓക്കെ, അതിൽ വന്നിട്ട് ഡിറ്റർമൈൻ ദ കാലറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ. ഇതിനു വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു അപ്പാരറ്റസ് എന്ന് പറയുന്ന പേരാണ് ബോംബ് കാലോറിമീറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2H2 + O2 വന്നിട്ട് H2O. ഓക്കെ, അത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് അതിൻ്റെ Hൻ്റെ ആറ്റോമിക് നമ്പർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആറ്റംസ് വരും. ഓക്കെ, ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ വരും. ഓക്കെ, O2 വന്നിട്ട് 16 ആണ്. ഒരു O2 വന്നിട്ട് ഒരു ഓക്സിജൻ വന്നിട്ട് 16 ആണ്. പിന്നെ O2 ആയതുകൊണ്ട് 32 ആവും. പിന്നെ രണ്ടും കൂടെ Hഉം പിന്നെ Oയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 34 നമുക്ക് വാല്യൂ കിട്ടും. പിന്നെ C + O2 gives CO2. ഓക്കെ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ വന്നിട്ട് 12 ആണ്. പിന്നെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ്. അത് × 2 ചെയ്യുമ്പം 32 കിട്ടും. പിന്നെ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പം 12 + 32 ചെയ്യുമ്പം 44 കിട്ടും. പിന്നെ 2C + O2. ഓക്കെ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. 2C എന്ന് പറഞ്ഞാൽ 24 അല്ല 12 ആണ്. 2C എന്ന് പറയുമ്പം 2 × 12 വരുമ്പോൾ അത് 24 വരും. പിന്നെ O2 ഞാൻ നേരത്തെ പറഞ്ഞില്ല 32 ആണ്. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 56 വരും. പിന്നെ സൾഫറുടെ വന്നിട്ട് അറ്റോമിക് നമ്പർ 32 ആണ്. ഓക്സിജൻ്റെ വന്ന് 16 ആണ്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പം 64 കിട്ടും. ഫ്ലൂ ഗ്യാസ് അനാലിസിസ്. ഓക്കെ, ഫ്ലൂ ഗ്യാസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലൂ ഗ്യാസ് ഇൻ കംപ്രഷൻ പ്രോഡക്ട്സ് ഓൺലി ഗ്യാസ് ഹോട്ട്. ഓക്കെ, ഹോട്ട് ഗ്യാസ് ആയിരിക്കും. ഓർസെറ്റ് അപ്പാരറ്റസ് ആണ് ഫ്ലൂ ഗ്യാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അപ്പാരറ്റസ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ CO വന്നിട്ട് മീൻസ് കാർബൺ മോണോക്സൈഡ് വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഒരു വണ്ടിയിൽ സ്മോക്ക് വരുമ്പം CO വാല്യൂ നല്ല കുറവായിരിക്കണം, കാർബൺ മോണോക്സൈഡ് വാല്യൂ നല്ല കുറവായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പാരറ്റസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അപ്പാരറ്റസിൻ്റെ ഇലിസ്ട്രേഷൻ. ഇതിൽ വന്നിട്ട് ആക്ച്വലി കാൽഷ്യം ക്ലോറൈഡ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലൂ ഗ്യാസ് ആദ്യം ഇതിൽ കൂടെ കടത്തി വിട്ടിട്ടായിരിക്കും KOHലും
ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിലും പിന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡിലും വിടുന്നത്. ഓക്കെ, ഇത് വന്ന് ഫ്ലൂ ഗ്യാസ് എന്തിനാണ് കാൽഷ്യം ക്ലോറൈഡ് വിടുന്നത് അതിനകത്തോട്ട് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൻ്റെ കൂടെ വരും. ഓക്കെ, സ്മോക്കിൻ്റെ കൂടെ വരും. ഇത് വന്നിട്ട് ഇതിൽ ഡയറക്റ്റ് ഇതിലോട്ട് KOHലും ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിലും പിന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിട്ട് കാൽഷ്യം ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം വന്ന് ഗ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് 3 വേ സ്റ്റോപ്പ് ക്ലോക്കിൻ്റെ അവിടെ എത്തും. ഓക്കെ, അതൊരു ടൈപ്പ് വാൽവാണ്. ഓക്കെ, ആദ്യം വന്നിട്ട് ഈ ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡും പിന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡും വന്നിട്ട് ആദ്യം ക്ലോസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ വാൽവ് രണ്ടെണ്ണം ക്ലോസ് ചെയ്തിട്ട് KOHൻ്റെ വാൽവ് മാത്രം ഓപ്പൺ ആക്കി വെക്കും. ഓക്കെ, എന്നിട്ട് വാട്ടർ ബാഗ് ഉണ്ട്. വാട്ടർ ബാഗ് വന്നിട്ട് മേളിലോട്ട് റൈസ് ചെയ്യും. വാട്ടർ ബാഗ് എന്തിനാണ് മേളിലോട്ട് റൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വന്നിട്ട് KOHൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ബാഗ് എന്ത് ചെയ്യും? മേളിലോട്ട് റൈസ് ചെയ്യും. മേളിലോട്ട് റൈസ് ചെയ്യുമ്പം ഗ്യാസ് വന്ന് കറക്റ്റായിട്ട് KOHലോട്ട് പോകും. ഓക്കെ, ഇത് വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ KOH ക്ലോസ് ചെയ്യും. KOHൻ്റെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പം ഈ ഗ്യാസ് എന്ത് ചെയ്യും? ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അതിലുള്ള ഓക്സിജൻ മാത്രം അബ്സോർബ് ചെയ്യും. ആ സമയത്ത് നമ്മൾ വാട്ടർ ബാഗ് വന്നിട്ട് മേളിലോട്ട് റൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വാട്ടർ ബാഗ് താത്തി കഴിഞ്ഞിട്ട് KOHും ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡും രണ്ടെണ്ണം ക്ലോസ് ചെയ്തിട്ട് അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പം ഈ ഗ്യാസ് വന്ന് അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡിലോട്ട് പോയിട്ട് CO ഗ്യാസ് മാത്രം കാണും. അത് അബ്സോർബ് ചെയ്യും. അപ്പം ഈ ഒരു അപ്പാരറ്റസ് വന്നിട്ട് നമ്മുടെ ഫ്ലൂ ഗ്യാസ് അനാലിസിസ് എമൗണ്ട് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പാരറ്റസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ കൊടുക്കാം. To compress the water jacket is moved and fused calcium chloride. It absorbs water vapor. Maximum dust water vapor ആണ് ഫ്യൂസ്ഡ് കാൽഷ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, KOH വന്നിട്ട് ആദ്യം വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. പിന്നെ ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡ് വന്നിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യും. പിന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡ് വന്നിട്ട് കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യും. പിന്നെ ഓർഡർ വന്നിട്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് വന്നിട്ട് ആദ്യം CO അബ്സോർബ് ചെയ്യും. ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡ് വന്നിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യും. പിന്നെ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡ് വന്നിട്ട് കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വാർസെറ്റ് അപ്പാരറ്റസ് വന്നിട്ട് the flue gas is passed through fused calcium chloride and it absorbs water vapor present in it. Okay, water vapor maximum ഈ നമ്മുടെ ഈ ഗ്യാസ് മീൻസ് എങ്ങനെയാണ് സ്മോക്ക് വരുന്നതിൽ വാട്ടർ വേപ്പർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് ഈ KOHലും പിന്നെ ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിലും പിന്നെ വന്നിട്ട് അടുത്ത മറ്റേ അമോണിക്കൽ കുപ്രസ് ക്ലോറൈഡിലും പോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രോബ്ലം ആവും. അതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് വന്നിട്ട് അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. The valve is opened and the flue gas is allowed to enter the setup with the help of water jacket. Can be moved up and down. First it is moved down and also maintain കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻ ദി ഹോൾ സെറ്റപ്പ്. ഇത് നടക്കുന്ന സമയത്ത് നല്ല ചൂട് സമയമായിരിക്കും. കാരണം സ്മോക്ക് വന്നിട്ട് വണ്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് വന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാൽവ് ആദ്യം ഓപ്പൺ ചെയ്യും. ആദ്യത്തെ വാൽവ് ഏതായിരിക്കും? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വാൽവ് ആദ്യം ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആദ്യം വന്നിട്ട് അഡിക്വേറ്റ് പ്രഷർ ആയിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ട്യൂബ് ഓഫ് KOH വന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വന്ന് KOH വന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം അബ്സോർബ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പാരറ്റസ് ഒന്ന് ക്ലോസ് ചെയ്യും. അപ്പാരറ്റസ് വന്ന് അതിൻ്റെ വാൽവ് KOHൻ്റെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വാൽവ് ഓപ്പൺ ചെയ്യും. ഏതിൻ്റെ ആയിരിക്കും? ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഓക്സിജൻ വന്നിട്ട് ഇത് അബ്സോർബ് ചെയ്യും. ഓക്സിജൻ വന്നിട്ട് ആൽക്കലൈൻ പൈറോഗാലിക് ആസിഡ് വന്നിട്ട് അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഓക്സിജൻ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട്
Alkaline pyrogas. Thank you and all the best for your exams.